എല്ലാവരും ഇപ്പോ ചർച്ച ചെയ്യുന്നത് ബ്രസീൽ എന്ന ടീമിന്റെ താരസമ്പന്നമായ നിരയെ പറ്റിയും കാർലോ ആൻസലോട്ടി എന്ന പരിശീലകനെ പറ്റിയുമൊക്കെയാണ്. പക്ഷെ ഞാൻ ഇന്ന് ബ്രസീലിനെ പറ്റി പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഡേവിഡ് ആൻസലോട്ടി എന്ന കാർലോസ് സീക്രട്ട് വെപ്പൺ, അദ്ദേഹത്തിന്റെ മകൻ തന്നെയാണ്. നമുക്കറിയാം, റിയൽ മാഡ്രിഡ് 2025 ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ ഒരു ഗോളിന് ബേൺ മ്യൂണിക്കുമായി പിന്നിൽ നിൽക്കുമ്പോൾ ക്രൂഷ്യലായ ഹൊസേലു എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ, ആ സ്ട്രൈക്കറുടെ തന്ത്രം കാർലോ ആൻസലോട്ടിയിൽ എത്തിച്ചത് ഡേവിഡ് ആൻസലോട്ടി എന്ന ഈ അസിസ്റ്റന്റ് കോച്ചാണ്. അദ്ദേഹത്തിനെ അവിടെ മാത്രമല്ല നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ കരിയർ എടുത്ത് പരിശോധിച്ചാൽ ബേൺ മ്യൂണിക്കിൽ 2016 ഒരു അസിസ്റ്റന്റ് പരിശീലകനായിട്ട് ആരംഭിക്കുന്നു. ഇതിനു മുമ്പ് അദ്ദേഹം ഫിറ്റ്നസ് കോച്ചായി PSG തുടങ്ങിയതാണ്. ഒരു അസിസ്റ്റന്റ് കോച്ച് എന്ന നിലയിൽ 2016 ബേൺ മ്യൂണിക്കിലാണ് അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നത്. നാപ്പോളി, എവർട്ടൺ, റിയൽ മാഡ്രിഡ്, ഇങ്ങനെ ഇത്രയും ക്ലബ്ബുകളിൽ അസിസ്റ്റന്റ് കോച്ചായി ഒരു പരിശീലനം അദ്ദേഹം നൽകി. 2025 ശേഷം അദ്ദേഹം ഒരു ഫസ്റ്റ് ഹെഡ് കോച്ചിങ് റോളിലേക്ക് ബ്രസീലിയൻ ടീമായിട്ടുള്ള ബോട്ടാഫോഗോയിലേക്ക് പോവുകയുണ്ടായി. പക്ഷേ കാർലോസ് ആൻസലോട്ടിയിൽ ബ്രസീലിന്റെ നാഷണൽ ടീം ഉത്തരവാദിത്വം ഏൽപ്പിച്ച് വിശ്വാസമർപ്പിച്ചപ്പോ അച്ഛന് കൂട്ടായി പ്രിയപ്പെട്ട ഡേവിഡ് ആൻസലോട്ടിയും ഈ ടീമിലുണ്ട്. അത് ബ്രസീലിന് കരുത്തു പകരും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ക്രൂഷ്യലായ പല ടാക്ടിക്കൽ ചേഞ്ചസ് കാർലോ ആൻസലോട്ടിക്കൊപ്പം ഡേവിഡ് ആൻസലോട്ടിയുടെ തലയിൽ നിന്നും ഉണ്ടാകും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. താങ്ക് യു.